ടു സിമീസ് വേൾഡ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാലമായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നമ്മുടെ സ്നേഹമോൾക്ക് നമ്മൾ നല്ലൊരു മേക്ക് ഓവർ കൊടുത്ത് ഒരു രാധയാക്കി മാറ്റാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതിലുള്ള എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യുന്ന നല്ല നല്ല വീഡിയോസ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതേ ഞാനിവിടെ സ്നേഹമോളേനെ ഫേസ് വാഷൊക്കെ ചെയ്ത് നല്ല സുന്ദരി കുട്ടിയാക്കിയിട്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫേസ് വാഷൊക്കെ ഇട്ട് മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് സ്നേഹമോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനൊരു ഫേഷ്യൽ വൈപ്സ് യൂസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് ഫ്രഷ് ആൻഡ് ഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേഷ്യൽ വൈപ്സാണ്. മുഖമൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാനൊക്കെ നല്ലതാണ്. ഇനി അതുമാത്രമല്ല, നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ള കണ്ണെഴുതിയിട്ടുള്ള കൺമഷിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫേസിലുണ്ടെങ്കിൽ അത് കൂടെ നമുക്കൊന്ന് വൈപ്പ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫേഷ്യൽ വൈപ്സ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്. എനിക്ക് അങ്ങനെ അത്ര അധികമായിട്ട് മേക്കപ്പും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. പിന്നെ കുട്ടികളൊക്കെ അല്ല, അവർക്ക് അതൊക്കെ ഒരു രസമുള്ള കാര്യമല്ലേ. അപ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ ഞാനും ഇങ്ങനെ ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ ഇങ്ങനെ വേഷമൊക്കെ കെട്ടി രാധയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു ടോണറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് ഈർപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിലും അതുപോലെ എണ്ണമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീനായിട്ട് PF ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലാക്മിയുടെ ഒരു പോർ ഫിക്സ് ടോണർ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ലാക്മി അബ്സല്യൂട്ട് പോർ ഫിക്സ് ടോണറാണ് കേട്ടോ അത്. അപ്പം ഞാനത് നന്നായിട്ട് സ്നേഹയുടെ ഫേസ് മൊത്തം ഒന്ന് അങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ടോണർ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്നേഹമോളുടെ ഫേസിൽ അബ്സോർവ് ചെയ്യണം കേട്ടോ. അതിനധികം ടൈമൊന്നും വേണ്ട കേട്ടോ. അത് പെട്ടെന്ന് ആയിക്കോളും, പെട്ടെന്ന് അങ്ങനെ അബ്സോർവ് ആയിക്കോളും. പിന്നെ ഈ ഒരു സംഭവം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്നേഹമോൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട്. അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും ആൾക്ക് ക്ഷമ എന്ന് പറയുന്ന സാധനം അത്ര അധികം ഇല്ല കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇനി എങ്ങനെയാവും ഒരു അവസ്ഥ എന്നുള്ളത് കണ്ടറിയാം. പ്രശ്നക്കാരിയൊന്നും അല്ല എന്നാലും. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ഞാനിവിടെ അലോവേര ജെല്ലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതുകൂടെ നന്നായിട്ട് ഇത്രത്തോളം എടുത്തിട്ട് അതുകൂടെ ഞാൻ ഫേസിലൊന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ടും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധികം കുട്ടികളുടെ ഫേസിലൊന്നും കോസ്മെറ്റിക്സ് യൂസ് ചെയ്യരുത് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അവളുടെ ഫേസിൽ അങ്ങനെ കോസ്മെറ്റിക്സ് ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ജെല്ലും കൂടെ നന്നായിട്ട് നമ്മൾ ആ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമറാണ്. അപ്പോൾ ഞാനിത് അവിടെ ഫിറ്റ്മിയുടെ പ്രൈമറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ഓരോ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് അവളുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാണ് കേട്ടോ. നല്ലൊരു സ്മൂത്തിന് ഇഫക്റ്റൊക്കെ കിട്ടാൻ നല്ലതാണ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഡോട്ടുകളായിട്ട് ഇട്ടിട്ട് ഇനി നമുക്കതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഒരു ബ്ലെൻഡർ വെച്ചിട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് താല്പര്യമുള്ളവർക്കാണെങ്കിൽ കൈ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ സ്നേഹയ്ക്ക് ഇങ്ങനെ ക്ഷമ ഇങ്ങനെ ചെറുതായി കെട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ബ്ലെൻഡർ വെച്ചിട്ട് ആ ഒരു ഫൗണ്ടേഷനും കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്ന മാതിരി നമ്മൾ ഫേസിൽ മേക്കപ്പ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കഴുത്തിലൂടെ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാനൊരു കൺസീലറാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ കണ്ണിൻ്റെ താഴെ അങ്ങനെ കുറച്ച് നമുക്ക് ഡാർക്കായി തോന്നുന്ന ഏരിയകളില്ലേ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ഡാർക്കായിട്ടുള്ള ഏരിയകളില്ല കേട്ടോ ഇപ്പോൾ ഫേസിൽ. അപ്പോൾ ഞാൻ കുറച്ച് ഷാർപ്പായി തോന്നണം എന്ന് തോന്നുന്ന ഏരിയകളിൽ അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒരു ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെറ്റി, കണ്ണ്, അതുപോലെ നമ്മുടെ ചീക്സിൻ്റെ സൈഡ് അങ്ങനെയൊക്കെ ഞാനൊന്ന് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തന്നെ കണ്ണിൻ്റെ താഴെയൊക്കെ നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ഇപ്പം തന്നെ ഒരു കുഴപ്പമില്ലാത്തൊരു ലുക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇതിൽ തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് അത്രത്തോളം അറിയില്ല, അറിയുന്ന അറിവുകൾ വെച്ച് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു കോമ്പാക്ട് പൗഡർ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു മേക്കപ്പ് സെറ്റിൻ്റെ കോമ്പാക്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. അത് നല്ല പൗഡേർഡാണല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് തട്ടി കൊടുത്തതിന് ശേഷം മുഖത്തിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ സ്കിൻ ടോണിനനുസരിച്ചിട്ടും നമ്മൾ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കറക്റ്റായിട്ടുള്ളൊരു ലുക്ക് കിട്ടും. വളരെ ബോറാവാതെ തന്നെ കറക്റ്റ് എല്ലാം ആവശ്യത്തിനായിട്ടുള്ള രീതിയിലുള്ളൊരു ലുക്ക് കിട്ടാൻ കോമ്പാക്ട് പൗഡർ വളരെ
നമ്മൾ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് തന്നെയാണ് ഫൗണ്ടേഷൻ ആണെങ്കിലും കോമ്പാക്ട് പൗഡർ ആണെങ്കിലും തിരഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ആ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ആ കോമ്പാക്ട് പൗഡർ നന്നായിട്ട് തന്നെ അവളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത് ഐ ഷേഡോ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു കളറാണ് കേട്ടോ ഐ ഷേഡോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കണ്ണിൻ്റെ മേലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളർ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കളറാണത്. ഏത് സ്കിൻ ടോണുള്ളവർക്കും ഈ ഒരു കളറിലുള്ള ഐ ഷെയ്ഡ്സ് വളരെ നല്ല അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പമാണ് കേട്ടോ ഓർമ്മ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കൊല്ലവും ഈ ഒരു ദിവസം ശ്രീകൃഷ്ണ ജയന്തി ദിവസം അവിടെ വെച്ചിട്ടാണ് കുട്ടികളെയൊക്കെ ഇങ്ങനെ രാധയും കൃഷ്ണനും തോഴിമാരും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുക്കിയിരുന്നത്. അപ്പോൾ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ഇങ്ങനെ പട്ടുപാവാടയൊക്കെ കൊണ്ടുപോയി ഇതേമാതിരി വേഷമൊക്കെ കെട്ടി ഘോഷയാത്രയല്ല കേട്ടോ ശോഭയാത്രയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അപ്പോൾ വലിയ വലിയ ചേച്ചിമാരൊക്കെയാണ് നമ്മളെ ഒരുക്കിയിരുന്നത്. പിന്നെ ഞാനൊക്കെ കുറച്ച് വലുതാവാൻ തുടങ്ങിയപ്പോൾ കുട്ടികളെ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുക്കുന്ന ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ എനിക്കിപ്പോൾ ഓർമ്മ വന്നത് ഇവളിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഐ ഷെയ്ഡ്സ് മുഴുവനായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഓവറായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. കുട്ടിയായ കാരണം കൊണ്ട് ഒരു സാധനം ഞാൻ ഓവറായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയാണുള്ളത്. ഇനി നമുക്ക് കാജൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിതാ സാധാരണ ഒരു കാജൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ കണ്ണിൻ്റെ നമ്മുടെ ഈ വാട്ടർ ലൈൻ ഉണ്ടല്ലോ അത് കൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് കണ്ണിലും ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് നമ്മുടെ കാജൽ ഒരുവിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ ഐലൈനർ എടുക്കുകയാണ്. അപ്പോൾ ഈ ഐലൈനർ വരച്ച് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു റിസ്കി ഫാക്ടറാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു കണ്ണിൽ വരച്ചിട്ട് അപ്പുറത്തെ കണ്ണിലേക്ക് പോയിട്ട് അത് വരയ്ക്കുമ്പോൾ അത് വേറെ ഇത് വേറെ ആയിട്ട് മാറും എപ്പോഴും. അപ്പോൾ സ്വയം ചെയ്യുമ്പോൾ പോലും അങ്ങനത്തെ പ്രശ്നങ്ങൾ എനിക്ക് സംഭവിക്കാറുണ്ട്. ഒരു കണ്ണിന് ഒരു ഷേപ്പും മറ്റേ കണ്ണിന് വേറൊരു ഷേപ്പുമായിട്ട് സംഭവിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഐലൈനർ എഴുതുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ രാധ ആകുമ്പോൾ നമുക്ക് കുറച്ച് വാലൊക്കെ നീട്ടി നല്ല അടിപൊളിയായിട്ട് വേണമല്ലോ കണ്ണെഴുതാൻ. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കാം. പിന്നെ ഈ ഐലൈനർ എഴുതുക, ഐ ഷെയ്ഡ്സ് ഇടുക, അതുപോലെ തന്നെ മസ്കാര ഇടുക എന്നൊക്കെ പറയുന്നത് സ്നേഹമോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഇരുന്ന് തന്നോളും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ണെഴുതുന്ന കാര്യത്തിൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ ഒരു കണ്ണ് നമ്മൾ വളരെ സാഹസികമായിട്ട് എഴുതി തീർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ണും അതുപോലെ വരുമോയെന്ന് അറിയില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലക്ക് ഉണ്ടെങ്കിൽ വരുമെന്ന് തന്നെ പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എനിക്ക് എല്ലാവർക്കും സംഭവിക്കുന്നതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് എപ്പോഴും കണ്ണെഴുതുമ്പോൾ കറക്റ്റായിട്ട് വരാറില്ല. പക്ഷേ ഇത് നമുക്ക് ഏകദേശം സെറ്റ് ആവുന്ന തരത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് എന്തെങ്കിലും മിനുക്ക് പണികളുണ്ടെങ്കിൽ അതുകൂടെ നോക്കാം കേട്ടോ കണ്ണിൻ്റെ. അപ്പോൾ ഞാൻ രാധ ആയതുകൊണ്ട് കുറച്ച് വാലൊക്കെ നീട്ടിയിട്ടിട്ടാണ് കണ്ണെഴുതി കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രണ്ട് കണ്ണും ഏകദേശം സെറ്റായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഐലൈനർ എഴുതലും അങ്ങനെ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് കണ്ണും കണ്ടില്ലേ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ കുഴപ്പമില്ലയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് സ്നേഹയ്ക്ക് നല്ലൊരു പൊട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ വളരെ കുഞ്ഞു പൊട്ടുകളാണ് കേട്ടോ. അതിൽ ഉള്ള ഒരു റെഡ് പൊട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ വളരെ ചെറിയ പൊട്ടുകൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് വലുതെന്ന് പറയുന്നത് ഒരു ബ്ലാക്കാണ്. പക്ഷേ രാധയ്ക്ക് നമ്മൾ ബ്ലാക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഈ കുട്ടികളുടെ മറ്റേ ഇങ്ങനത്തെ എന്താ പറയുക കളർ പൊട്ടുകളുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പൊട്ട് വലുതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിൽ വൈറ്റ് കളർ എടുത്തിട്ട് നമുക്ക് ഈ ഒരു രാധയ്ക്കൊക്കെ ഉണ്ടാവുന്ന ഒരു തരം പൊട്ട്, എൻ്റെ ഭാവനയിൽ വിരിഞ്ഞ പൊട്ട് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പൊട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു വൈറ്റ് കളറ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ഒരു ഒക്കെ വരച്ച് കൊടുത്ത് അതിൻ്റെ മേലെ ഇങ്ങനെ 2-3-4 കുത്തൊക്കെ ഇട്ടെടുത്തിട്ട് ഏകദേശം ഒരു പൊട്ടിൻ്റെ രൂപത്തിലാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം ഒരു സക്സസ്ഫുൾ ആയി എന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഇനി നമ്മുടെ നെക്സ്റ്റ് ഒരു വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പിരികം നേരെ എഴുതാൻ അറിഞ്ഞുകൂടാ. ഇവൾ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ അത്യാവശ്യം നന്നായി എഴുതി കൊടുത്തായിരുന്നു. പക്ഷെ അതിനുശേഷം ഇവൾക്കും പിരികം എഴുതുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിരികം ഞാൻ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ എഴുതി കൊടുത്ത് ശീലമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഷേപ്പ് മാതിരി ആക്കുക ചെയ്തിട്ടുള്ളൂ. ഞാൻ കാര്യമായിട്ട് അതിലൊന്നും മിനുക്ക് പണികളൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയിട്ടുണ്ട് എന്നല്ലാതെ പിരികത്തിൽ ഞാൻ വേറെ ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ.
അപ്പോൾ അവൾക്കും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പെറുപെറു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഏരിയ ഞാനൊരു വിധം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലിപ്പ് ലൈനർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു പർപ്പിൾ ഷെയ്ഡ് ലിപ്പ് ലൈനറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവളുടെ ചുണ്ട് വളരെ കുഞ്ഞി ചുണ്ടായതുകൊണ്ട് തന്നെ എഴുതാമെന്ന് പറയുന്നതും കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചുകൊണ്ട് ആ ഒരു ലിപ്പ് ലൈനറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേഹക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അത് അവളുടെ ഫേസ് കണ്ടറിയാം. അപ്പോൾ ഞാനത് ആ ഇൻസൈറ്റിൻ്റെ ഒരു മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പേർപ്പിൾ ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ സ്നേഹയുടെ ഫേസ് കണ്ടില്ലേ, ലിപ്സ്റ്റിക്ക് ഇടുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് എങ്ങനെ വേണമെങ്കിൽ ഇരുന്ന് തന്നോളും. ചുണ്ട് അങ്ങനെ പിടിക്കാൻ പറഞ്ഞാലും ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞാലും ഒക്കെ ചെയ്തോളും. അപ്പോൾ നമുക്ക് ആ ഒരു ലിപ്സ്റ്റിക്ക് മുഴുവനായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ലിപ് ഷെയ്ഡാണ് കേട്ടോ ഇത്. നല്ല അടിപൊളിയാണ് ഈ ഒരു കളർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്ക് ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഞാനിതാ ഇവിടെ ഒരു ബ്ലഷ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു 2 കളർ ഇവിടെ എടുത്ത് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം ബ്ലഷായിട്ട് ഞാൻ സ്നിയോട് ഇതാ ചുണ്ട് ഇങ്ങനെ പിടിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനൊരു ബ്ലഷായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. ആ 2 കളേഴ്സ് മിക്സ് ആക്കിയിട്ടാണ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചുണ്ട് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഷാർപ്പൻ ലുക്ക് കണ്ടില്ല ആ ഒരു ഏരിയയിൽ കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ ബ്ലഷ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് കണ്ട നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ആ ഒരു തന്നെ നമുക്കൊന്ന് സ്നേഹയുടെ മൂക്ക്, അതുപോലെ ചിന്ന്, അതുപോലെ നെറ്റി, അവിടെയും കൂടി അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മേക്കപ്പ് കഴിയുമ്പോൾ നല്ലൊരു ഗ്ലോ ലുക്ക് കിട്ടും കേട്ടോ. ഒരു നല്ലൊരു ഭംഗിയുള്ള ലുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു വ്യത്യാസം അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേമാതിരി മൂക്കിലും നെറ്റിയിലും അതുപോലെ ചിന്ന ഏരിയയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലഷും ഇപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം, നമ്മൾ രാധയ്ക്ക് കണ്ടിട്ടില്ലേ ഈ പിരികത്തിൻ്റെ മേലെ ഇങ്ങനെ ഡോട്ടുകൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു കളർ പൊട്ട് വെച്ചിട്ട് ഇതേമാതിരി ആദ്യം വൈറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 2 പുരികത്തിലും ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ള മാതിരി ഇതിൻ്റെ നടുക്ക് നമ്മൾ റെഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ഫുള്ളായി, അത് കഴിഞ്ഞിട്ട് ഇതാ റെഡും ഫുള്ളാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നല്ലൊരു ഫേസിലേക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതേമാതിരി ചിന്നിലും ഒരു ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേമാതിരി ഒരു റെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് 4 സൈഡായിട്ട് വൈറ്റും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാധയുടെ ഡ്രസ്സാണ് കേട്ടോ ഇത്. ടോപ്പും റെഡ് ടോപ്പും വൈറ്റ് സ്കേർട്ടും റെഡ് ഷോളുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രസ്സും കൂടെ ഒന്ന് രാധേനെ അണിയിപ്പിക്കാം. അപ്പോൾ അത് ആ ഡ്രസ്സൊക്കെ അണിഞ്ഞ് രാധ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേഗം നമ്മുടെ ഓർണമെൻറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം എന്താ ഇതേപോലെ നമുക്ക് നന്നായി കുടുങ്ങി കിടക്കുന്ന ഒരു മാല ഇട്ട് കൊടുക്കുക. ഒരു ബ്ലാക്കും ഗോൾഡും ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു മാലയാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. 2 ഭാഗവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ചീപ്പ് റേറ്റുമാണ്. നല്ല അടിപൊളി സാധനമാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു കുഞ്ഞു മാല ഇട്ട് കൊടുക്കാം. അപ്പോൾ രാധയ്ക്ക് ഞാൻ അധികം അത്ര തോനെ ഓർണമെൻറ്റ്സ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഒരു 3 മാലയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഈ ഒരു മാലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ രാധയുടെ മാലകളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ രാധയ്ക്ക് നല്ലൊരു കുഞ്ഞു ജിമിക്കും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ റെഡ് ആയതുകൊണ്ട് ഞാനൊരു റെഡ് ജിമിക്കും കൂടെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡും വൈറ്റും കോമ്പിനേഷനിൽ ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ വളയാണ്. അപ്പോൾ അതും നമ്മുടെ റെഡും വൈറ്റും കോമ്പിനേഷനായിട്ടുള്ള വള അതും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 കയ്യിലും നമ്മൾ വളയിട്ട് കൊടുത്തു. ഇനി ഞാൻ 2 കുഞ്ഞു മോതിരങ്ങളും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാധയ്ക്ക് അത്യാവശ്യം അടയാഭരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മളും കുറയ്ക്കേണ്ട. അപ്പോൾ 2 മോതിരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു മൂക്കുത്തി കൂടെ വെച്ച് കൊടുത്താൽ നമ്മുടെ ഓർണമെൻറ്റ്സ് ഓൾമോസ്റ്റ് ഫുള്ളായി എന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ ഒരു പ്രസ്സിങ് മൂക്കുത്തിയും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ സ്നേഹക്കുട്ടിയുടെ ഫേസ് മാറിപ്പോയി കേട്ടോ. എനിക്ക് തന്നെ എന്തൊക്കെയോ മാതിരി തോന്നുന്നുണ്ട് അവളുടെ ഫേസ് കാണുമ്പോൾ. നല്ലൊരു ചന്തം വെച്ച മാതിരിയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓർണമെൻറ്റ്സൊക്കെ ഒരുവിധം ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് മുടിയാണ് ഒന്ന് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവളുടെ ഭയങ്കര കേളി ഹെയറാണ് കേട്ടോ നമ്മുടെ സ്നേഹ മോളുടെ ഉള്ളത്. അപ്പോൾ അതൊന്ന് നേരെയാക്കാന്ന് പറയുന്നത്
കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ചീകി കെട്ടി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കത് ഫ്രണ്ട് ഒന്ന് നടുവാഴയൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേമാതിരി നടുവാഴ എടുത്ത് കൊടുത്തിട്ട് 2 ഭാഗത്തേക്ക് ആക്കിയിട്ട് ചീന്തി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവളുടെ ഫ്രണ്ട് ഭാഗത്ത് മുടി കുറച്ച് കുഞ്ഞു മുടികളുണ്ട് നമ്മൾ മുന്നേ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പോർഷനായിട്ട് എടുത്തതിന് ശേഷം അത് നന്നായിട്ട് ചീവി നമ്മളിങ്ങനെ പിരിച്ച് വെക്കാൻ പോവുകയാണ് കേട്ടോ. എങ്ങനെയെന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്ന് എടുത്ത് ആ സൈഡിലോട്ട് ഇങ്ങനെ പിരിച്ചിട്ട് ക്രോസ് ആക്കിയതിന് ശേഷം ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേ സെയിം തന്നെ ഇപ്പുറത്തും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡും ചെയ്തു. ഇനി ഞാനിത് അവിടെ ഒരു മാട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നടുവാഴ എടുത്തതിൻ്റെ അത് കൂടെ ഞാൻ ആ മാട്ടിയും കൂടെ ഒന്ന് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് വശമാണ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ബാക്ക് വശം ഞാൻ ഈ മുടി നന്നായി ചീകിയതിന് ശേഷം നമ്മുടെ കയ്യിൽ ഈ മുടി കെട്ടി കൊടുക്കാനുള്ള വടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായി ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതില്ലാത്ത കാരണം കൊണ്ട് ഞാനിപ്പോൾ ഒരു മുടിയെല്ലാം കൂടെ വാരിയിട്ട് ജസ്റ്റ് ഒരു പോണി ടൈൽ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോണി ടൈൽ കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു വട ആ ഒരു സ്റ്റൈലിലാക്കിയെടുക്കാൻ ഉള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ ഇതേമാതിരി ഞാൻ ഇങ്ങനെ കുറച്ച് ബാക്കിലെ മുടി മുഴുവൻ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ പോണി ടൈൽ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുനിച്ചിരുത്തിയിട്ട് ഈ ഒരു മുടി നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഈ ഒരു ഭാഗം കിട്ടുമല്ലോ. അതിലോട്ട് നമ്മൾ വേറൊരു ബണ്ണോ ബാൻഡോ അങ്ങനെ എന്തെങ്കിലും എടുത്തതിന് ശേഷം അതിലോട്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന മാതിരി കെട്ടിക്കൊടുക്കും. അപ്പം നമ്മൾ ഈ രീതിയിൽ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ വടയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഏകദേശം ആ ഒരു ഷേപ്പ് പോലെ കിട്ടും. അപ്പോൾ ഇങ്ങനെ കെട്ടിയതിന് ശേഷം അതൊന്നിങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ആക്കിയെടുക്കുക. എന്നിട്ട് ഇതേമാതിരി മുടി 2 വശത്തേക്കും ഇട്ടിട്ട് ഇതേമാതിരി ഓരോ ഭാഗത്തേക്ക് മുടി ഇങ്ങനെ ചുറ്റി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ദാ 2 സൈഡും അങ്ങനെ ഏകദേശം എടുത്തിട്ട് ഇതേമാതിരി തന്നെ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ വട ഇല്ലെങ്കിലും ആ ഒരു ലുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മൾ കണ്ട ഫോട്ടോയിൽ കാണുന്ന രാധയ്ക്കൊക്കെ അത്യാവശ്യം നല്ല നീളമുള്ള മുടിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ നിന്നൊരു വാർമുടി വാങ്ങിയതാണ്. പക്ഷേ ഞാൻ അത്ര ഹാപ്പി അല്ല കേട്ടോ ഈ ഒരു വാർമുടിയിൽ. എനിക്ക് അത്രത്തോളം ഇഷ്ടമായില്ല. നമ്മൾ സ്വയം മെടഞ്ഞിടുന്ന ആ ഒരു വാർമുടിയുടെ അത്രയില്ല. അപ്പോൾ ഇതിൻ്റെ 2 ഹുക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ സ്നേഹമോൾ കെട്ടി വെച്ചിട്ടുള്ള ആ ഒരു മുടിയിൽ അറ്റാച്ച് ചെയ്തു. ജസ്റ്റ് ഒരു ചരടും ഉണ്ട് അതിൻ്റെ ബാക്കിൽ, അത് വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മുടി നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, ചെയ്തു കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ലുക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മെടഞ്ഞ് ഇടുന്ന ആ ഒരു മുടി, ആ ഒരു വാർമുടിയുടെ ഭംഗി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാനിതാ ഇവിടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഇത് കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാധയ്ക്കൊക്കെ ഒരു ബാക്ക് വശമൊക്കെ കാണുമ്പോൾ നല്ലൊരു അടിപൊളി ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഫ്ലവറും കൂടെ നമുക്ക് ഈ ഒരു ഇതിൽ കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ബാക്ക് വശം എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്നേഹിക്ക് ഇങ്ങനെ ഇറിറ്റേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സൊക്കെ അവൾക്ക് ഇങ്ങനെ കുത്തിത്തറയ്ക്കുന്ന മാതിരിയൊക്കെ അതാണ് ആ ഫേസിലൊക്കെ കാണുന്നത്. എന്നാലും ചിരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് രാധയ്ക്കുള്ള ആ ഒരു ഷോൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് വളരെ കൺഫ്യൂഷനായിട്ടുള്ള കാര്യമായിരുന്നു. എങ്ങനെ ഇട്ട് കൊടുത്താൽ ഭംഗി ഉണ്ടാവുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സമയം കളഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരുവിധം അവസാനം അത് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഞെറിയൊക്കെ എടുത്തിട്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് ഇട്ടിട്ട് ബാക്ക് വശത്തിൽ കൂടെ തലയിലൊക്കെ ഇടാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേമാതിരി തലയിലൊക്കെ കുറച്ച് പിന്നൊക്കെ കുത്തിയിട്ടാണ് കേട്ടോ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തത്. വേറൊന്നും നമുക്ക് ഈ ഒരു ഷോളിൽ കുത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഫ്ലവറും കാണണം, തലയിൽ ഷോളും വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ ഞെറി എടുത്തിട്ട് നമ്മളവിടെ ഒരു അരപ്പട്ട ഇട്ട് കൊടുത്തിട്ട് അവൾക്ക് ഇതേമാതിരി ബാക്കി വശം ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ മെഹന്തി കൂടെ ഇട്ട് കൊടുത്തു. മെഹന്തി മീൻസ് ചെറിയൊരു കളറിൽ വെച്ചിട്ട് നമ്മൾ മെഹന്തി പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. ഇനി നമ്മുടെ ഫുൾ മേക്ക് ഓവർ ആയിട്ടുള്ള രാധേനെ കൂടെ നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.
അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു നല്ല വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.